ഹായ്, നമസ്കാരം. ഷാജീസ് കുറിയന്നു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പം ചെറുവള്ളി എസ്റ്റേറ്റിലോട്ട് പോവാണ് ഗായ്സ്. അവിടെ ഒരു മനോഹരമായൊരു ക്ഷേത്രമുണ്ട്. അഞ്ചുകുഴിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുറച്ച് ദിവസമായി നമ്മുടെ വീഡിയോ ചെയ്തിട്ട് ഷോർട്ട് മാത്രമേ ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി. അതുമാത്രമല്ല, ഡ്രോൺ ക്യാമറയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഡ്രോൺ ക്യാമറ ഉപയോഗിക്കാൻ വലിയ പ്രയാസമായിരിക്കും. കാരണം ഉള്ളിലോട്ട് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഡ്രോൺ നേരെ വെള്ളത്തിൽ വീഴും, മൊത്തത്തിൽ കേടായി പോകും. അതുകൊണ്ട് ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോസ് മാത്രമേ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി പെരുന്തേനരുവി നമുക്ക് പോകാനുണ്ട്. പെരുന്തേനരുവി പോകുന്ന ഡ്രോൺ ക്യാമറയിലായിരിക്കും ദൃശ്യങ്ങളൊക്കെ എടുക്കുന്നത്. നേരത്തെ ആണെങ്കിൽ ഞാൻ 2 ട്രിപ്പ് പെരുന്തേനരുവി പോയായിരുന്നു. അന്ന് വെള്ളം ഇല്ലാത്ത സമയത്തായിരുന്നു ഞാൻ പോയിരുന്നത്. അന്ന് നല്ലപോലെ കുഴികളൊക്കെ കാണാനും ഒക്കെ കണ്ടായിരുന്നു. ഇനിയിപ്പോൾ വെള്ളമുള്ള സമയത്ത് ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ വെള്ളമുള്ള സമയത്ത് പോയി നമുക്ക് വീഡിയോ എടുക്കണം. അത് ഡ്രോൺ ക്യാമറയിലായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇൻട്രോയും കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ അല്ലാതെ പറയത്തുള്ളൂ. ബാക്കി മുഴുവൻ ഡ്രോൺ ക്യാമറയിലെ ആകാശ ദൃശ്യങ്ങളായിരിക്കും അതിന് വരാൻ പോകുന്നത്. ഞാൻ ദൂരോട്ട് അങ്ങനെ ഒരു ഡ്രോൺ വിട്ടത്തില്ല. കാരണം നമുക്ക് ലോൺ എടുത്തിട്ടൊക്കെ അല്ലേ ഈ സംഭവം മേടിച്ചൊക്കെ. അത് മാത്രമല്ല, വണ്ടി കേടായതിൻ്റെ കാരണം അത് ഇടയ്ക്ക് ഞാൻ പറയുന്നതായിരിക്കും. ചെറുവള്ളി എസ്റ്റേറ്റിലോട്ട് പോകുന്ന വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായ റബ്ബറും തോട്ടവും പൈനാപ്പിളുമാണ് ഇവിടുത്തെ പ്രധാന വിള. അപ്പോൾ ഞാൻ ഇതിനകത്തും പരിസരമൊക്കെ നമ്മളൊന്ന് കയറി ഇറങ്ങിയായിരുന്നു. പക്ഷെ ഇവിടെ വരുന്നവരൊക്കെ ഈ പൈനാപ്പിൾ ഓടിക്കുകയോ അങ്ങനെയുള്ള ശല്യം ഒന്നും ചെയ്യരുത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എസ്റ്റേറ്റിലെ മാനേജർ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാവരും എന്ത് കാണിക്കുന്ന പരിപാടി ചില ആൾക്കാരുടെ സ്വഭാവമാണ്. പൈനാപ്പിൾ അപ്പം തന്നെ അങ്ങ് ഓടിച്ചുകൊണ്ട് അങ്ങ് കൊണ്ടുപോകും. വഴിയറമ്പിൽ ഒറ്റ പൈനാപ്പിൾ കാണത്തില്ല. എസ്റ്റേറ്റിലെ മാനേജർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇത്. ഇത് നിങ്ങൾ ചെറുവള്ളി എസ്റ്റേറ്റിൽ പോക്കോ, അവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ട് ശല്യം ചെയ്യാതെ തിരിച്ചു വരണമെന്നാണ് ഞാൻ പറയുന്നത്. എസ്റ്റേറ്റിലോട്ട് പോകുന്ന വഴി ഇച്ചിരി മോശമുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ വണ്ടിയൊക്കെ പോകാനുള്ള ഒരു അതുകൊണ്ടോ പെരിയ ഓട്ടോറിക്ഷകളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു സർവീസ് സെൻ്ററിൽ കൊടുത്തായിരുന്നു. വീഡിയോ വരാത്തതിൻ്റെ മെയിൻ കാരണം എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ സർവീസ് സെൻ്ററിൽ മുട്ടുമണിലെ സർവീസ് സെൻ്ററിൽ കൊടുത്തു. അപ്പം പെട്രോളിൻ്റെ പമ്പുണ്ടല്ലോ, ഈ പെട്രോൾ അരിച്ച് ഉള്ളിലോട്ട് ഇറങ്ങുന്നത്, അത് കംപ്ലൈൻ്റ് ആയിരുന്നു. അത് ഞാൻ മുട്ടുമണിലെ സർവീസ് സെൻ്ററിൽ കൊടുത്തു. ആ ചേട്ടൻ ക്ലീൻ ചെയ്തിട്ട് എന്ത് ചെയ്തു, ആ പെട്രോൾ മാറ്റിയാതെ വേറെ പുതിയ പെട്രോൾ ഒഴിക്കണ്ടേ, നമ്മളോടൊന്നും ചോദിക്കണ്ടേ, അത് ചോദിച്ചില്ല. അത് ക്ലീൻ ചെയ്തിട്ട് ആ പെട്രോൾ തന്നെ അതിനകത്ത് ഒഴിച്ചു. വണ്ടി മുഴുവൻ കരടായി. അതിനകത്ത് ഈ പെട്രോൾ ഫിൽറ്ററുണ്ട്. ആ ഫിൽറ്റർ ആണെങ്കിൽ അതിൻ്റെ ഫിൽറ്ററിൻ്റെ സംഭവം ഉണ്ട്, അതെടുത്ത് കളഞ്ഞിട്ട് ഇതെടുത്ത് പിടിപ്പിച്ച് അത് പമ്പ് വഴി പെട്രോൾ താഴോട്ടിറങ്ങി ബാക്കിയുള്ള എല്ലാ പാഴ്സലിനും നല്ല പണി കിട്ടി. അതിന് എന്തായാലും ചെയ്ത് വണ്ടിയുടെ കേബിൾ കംപ്ലീറ്റ് മാറി, ഫ്രണ്ട് ഡിസ്ക് മാറി, ബ്രേക്ക് ഷൂ മാറി. വെളിയിൽ നിന്നൊരു വണ്ടി ഇറങ്ങി വരുന്നുണ്ട്. ഈ അലോവീൽ മാറി. ഈ അലോവീലിന് 5000 രൂപ വിലയുണ്ട്. അതുമാത്രമല്ല, ഫ്രണ്ടിലത്തേതും ഈ കൊടുത്തേക്കുന്നുണ്ടോ ബ്രേക്കിൻ്റെ പാട്, ബ്രേക്കിൻ്റെ ഇതിന് പറയുന്ന പേരെന്തുവാന്നോ, എരുമേലിയിലെ സ്കൂൾ ബസ്സാണ് ഇപ്പം പോയത്. ഫ്രണ്ട് ഡിസ്ക്, നോസിൽ, പമ്പ്, പിന്നെ അതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് എല്ലാം കൂടെ 35,000 രൂപയുടെ പണി എനിക്കായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ നോസിലും പമ്പൊന്നും അഴിച്ച് ക്ലീൻ ചെയ്യായിരുന്നു. എന്നാലും മറ്റേ അത് ചെയ്ത കൂട്ടത്തിൽ ഒന്ന് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഈ പെട്രോൾ വരുന്ന സംഭവങ്ങളെല്ലാം അടിച്ചു പോകത്തില്ലായിരുന്നു. അങ്ങനെ എനിക്കൊരു പണി പറ്റിയതാണ്. വെറും 3000 രൂപയുടെ പണിക്ക് എത്രയായി? 35,000 രൂപ, 40,000 രൂപയുടെ പണിയായിട്ടുണ്ട്. സാധാ പേപ്പേഴ്സിൻ്റെ വില മാത്രമായിട്ട് 35,000, പണിക്കൂലി 5,000.
ഇതാ സർവീസ് സെൻ്റർ. നിങ്ങൾക്ക് ഇതുപോലൊക്കെ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെയുള്ള വണ്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഈ വണ്ടിക്ക് വിറ്റാലും വിലയില്ല. മേടിക്കാൻ പോകുമ്പോഴുണ്ട് 1,00,000 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട്. വിറ്റ് കഴിഞ്ഞാൽ ഇവർ ഞാനൊരു വണ്ടി കടയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ വണ്ടിക്ക് 15 രൂപ തരാമെന്ന്. എത്രമാത്രം കിലോമീറ്റർ ഓടിയെന്നറിയോ? 45,000 കിലോമീറ്ററേ ഉള്ളൂ. കുറച്ച് വിലയാണ് പറയുന്നത്. ഒരാൾ 15 രൂപ പറഞ്ഞു, ഒരാൾ 20 രൂപ പറഞ്ഞു. അതിൽ കൂടുതൽ ആരും തരത്തില്ല. നമുക്കിട്ട് കളയാനും പറ്റത്തില്ല. ഇല്ലിക്കക്കല്ലിലെ ആ ഇറക്കത്തി വെച്ച് ഇവനാണെങ്കിൽ എന്നെ രക്ഷിച്ചതാണ്. അത്തത്തെ ബ്രേക്ക് പോയപ്പോൾ ഉണ്ടല്ലോ, ഇവന് നമ്മളെ കാത്ത് രക്ഷിച്ചായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവനെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. ഒരു 3 പേര് മഴ നനഞ്ഞ് വരുന്നുണ്ട്. നോക്കിയേ, അമ്മയും മക്കളും കൂടെ. കൊള്ളാമല്ലേ, ഗംഭീര കാഴ്ച. ചെറുവള്ളി എസ്റ്റേറ്റ് മുഴുവൻ റബ്ബറും തോട്ടത്താലും പൈനാപ്പിൾ തോട്ടത്താലും കിടക്കുന്ന ഈ സ്ഥലമാണ്. ഉണ്ടോ? എങ്ങനെയുണ്ട്? റോഡൊക്കെ ഇച്ചിരി തകർന്നിട്ടൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഗായ്സ്, കുറച്ച് മുമ്പേ വന്ന എസ്റ്റേറ്റിലെ മാനേജരായിരുന്നു. ഒന്നും പറഞ്ഞൊന്നുമില്ല. കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ സംഭവം. ഇത് കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഈ ട്രാക്ടറെ കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നൊന്നുമില്ല, ഇങ്ങനെ കിടക്കുക. അതുകൊണ്ട് മണ്ണൊക്കെ മൂടി. ഇത് ടാങ്കാണ്, ഈ വെള്ളം കൊണ്ടുപോകാനായിട്ടൊക്കെ അതിനൊക്കെ ടാങ്കറാണ്. ഇത് മുകളിലൊക്കെ ഈ പൈനാപ്പിൾ തോട്ടമൊക്കെ ഇല്ലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. എസ്റ്റേറ്റിലെ മാനേജർ നല്ല മാനേജറാണ് കേട്ടോ. നമ്മളോട് ഇവിടെ ഒന്ന് വീഡിയോ എടുക്കുന്നതിനോ എതിർപ്പ് പറയുമോ ഒന്നും പറഞ്ഞൊന്നുമില്ല. അത് ചിരിച്ചു. ഞാൻ ചോദിച്ചു എസ്റ്റേറ്റിലെ മാനേജറാണോ? മാനേജരാ. വന്ന് എന്ത് വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെറിയ വീഡിയോ എടുപ്പോ മറ്റേ കാര്യങ്ങളാണ്. കുഴപ്പമില്ല മോനെ, വന്ന് എടുത്തിട്ട് പോക്കോ, ശല്യങ്ങളൊന്നും കാണിക്കില്ല. വരുന്ന ടൂറിസ്റ്റുകൾ എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് പൈനാപ്പിൾ പറിക്കും, ഭയങ്കരമായിട്ട് ശല്യമൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്തേക്കുന്നില്ല അവിടുത്തെ സാറ് പറഞ്ഞു. അപ്പോൾ അമ്പലത്തിലോട്ട് പോകാം. ഇതാണ് ആ ചെറുവള്ളി എസ്റ്റേറ്റിലെ വെള്ളച്ചാട്ടം. കണ്ടോ? ഇപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ ഉണ്ട്. താഴോട്ട് ഇറങ്ങാനൊക്കെ ചെയ്യാൻ തോന്നുന്നു. എങ്ങനെയുണ്ട്? സൂം ചെയ്ത് കാണിക്കാതെ ഉണ്ടോ? എത്രയൊക്കെ നല്ല വീഡിയോ ക്വാളിറ്റി ഉണ്ട് നമ്മുടെ ഫോണിൽ. തകർന്നറിഞ്ഞ റോഡാ. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പിള്ളേരും കുട്ടികളായിട്ടൊക്കെ. നമ്മൾ റീൽസിലൊക്കെ കാണുന്ന സ്ഥലമാണ് ഇതോ ആ കാണുന്നത്. സൂം ചെയ്യാവേ. നല്ല മഴക്കാലം വരുമ്പോഴുണ്ടല്ലോ, ആ ക്ഷേത്രത്തിനകത്തൂടെ ആയിരിക്കും ഈ വെള്ളം പാസ് ചെയ്യുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് അഞ്ചുവഴി. അഞ്ചുവഴി എന്ന് പറഞ്ഞ് ഞാൻ വേറെ റൂട്ടൊക്കെ പോയായിരുന്നു. ഈ അപ്പുറത്തും ഇപ്പുറത്തും നടപ്പാലം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നടപ്പാലം വഴി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യാം. ഇതാ മനോഹരമായ ആ ക്ഷേത്രത്തിൻ്റെ ആ ഭാഗം. പഞ്ചവനം. നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. അപ്പോൾ എന്തെങ്കിലും തെണ്ടിത്തരം എന്തെങ്കിലും കാണിക്കുമെങ്കിൽ ഈ ക്യാമറ ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട.
എങ്ങനെയുണ്ട്? വാട്ടർഫാൾസാ. ഈ സൈഡ് വഴി മേലോട്ട് പോകുന്ന കാവാണ് എനിക്ക് തോന്നുന്നു. പഞ്ചവനം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. താഴെയൊക്കെ ഒന്ന് പോയിട്ടൊക്കെ വരാം. ഈ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഈ വിളക്ക് വെച്ചിരിക്കുന്ന സംഭവം കേട്ടോ. വെള്ളത്തിൻ്റെ ഇരപ്പ് കൊണ്ടൊന്നും കേൾക്കത്തില്ല. ഇവിടെ വന്നവർക്ക് ഒരു മണ്ടത്തരം പറ്റിപ്പോയി. ഈ ക്ഷേത്രം അടച്ചിട്ടേക്ക് വന്നവന്ന് ഞാൻ എന്താ ഇവരെല്ലാം അവിടെ നിൽക്കുക. ഇത് ഈ ക്ഷേത്രം എപ്പോഴാണ് തുറക്കുന്നതെന്ന് പറഞ്ഞത് ഞാനല്ലേ മോൻ. ഈ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് ക്യാമറ CCTV എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പതിയെ ഇറങ്ങി പോവാ. ഈ അഞ്ചുകുഴിക്ക് ചെറിയൊരു ചരിത്രമുണ്ട്. ഈ അഞ്ചുകുഴി അലറുന്ന വെള്ളച്ചാട്ടത്തിൽ കാവൽ നിൽക്കുന്ന ക്ഷേത്രമെന്നാണ് ഇത് അറിയപ്പെടുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റിന് നടുവിലുള്ള മനോഹരമായ അഞ്ചുകുഴി വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ മറിഞ്ഞിരിക്കുന്ന 5 കുളങ്ങൾ കാരണം അതിൻ്റെ പേരിലാണ് അഞ്ചുകുഴി എന്നാണ് അറിയപ്പെടുന്നതാണ് ഗായ്സ്. പഞ്ചതീർത്ഥം എന്ന് പേര് വന്നിട്ടുണ്ട്. വനവാസത്തിനിടെ പഞ്ചപാണ്ഡവർ സൃഷ്ടിച്ചതാണ് കരുതപ്പെടുന്ന 5 കുളങ്ങളാണ്. അതിൻ്റെ കാരണം കൊണ്ടാണ് വനദേവതയായ പരാശക്തിയെ മോഹിപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ അഞ്ചുകുഴിയിലെ ഈ ക്ഷേത്രം. വെള്ളച്ചാട്ടത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഗൈസ് നോക്കൂ, എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ പ്രത്യേകം പൂജകളും ഉണ്ടായിരിക്കുന്നതാണ്. അന്നദാനം നടത്തുന്നുണ്ട്. എരുമേലിയിൽ നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മൾ ഡ്രോൺ ക്യാമറയിലാണ് ഗൈസ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം എനിക്ക് ഈ കുഴിയുള്ള ഭാഗത്തോട്ടൊന്നും എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അതുമാത്രമല്ല, ഞാൻ ആദ്യമായിട്ട് വരുന്ന ആളായതുകൊണ്ട് ചിലപ്പോൾ ഇതിനകത്ത് കുഴിയുണ്ടോ, പെരുന്തേനവിയെ പോലെയുള്ള സ്ഥലങ്ങളോ അല്ലാതെ ഞാൻ ഇതിനകത്ത് പെട്ടുപോകും. ഞാൻ ആ ചേട്ടനോട് ഞാൻ ചോദിച്ചായിരുന്നു, ചേട്ടാ ഇവിടെ വല്ലതും കുഴികളോ ഇതുപോലെ വല്ല മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ തിരക്കിയിരുന്നു. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നല്ല മഴവെള്ളപ്പാച്ചിൽ വരുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക. ആ ഒരു ഓപ്ഷനെ ഞാൻ കാണുന്നുള്ളൂ. പിന്നെ അതുകൂടാതെ CCTV നിരീക്ഷണത്തിലുമാണ്. അപ്പം ഞാൻ വന്നെങ്ങനെയാന്ന് ചോദിച്ചാൽ റാന്നിന്ന് അങ്ങനെ കയറി വന്ന് മുക്കട പ്ലാച്ചേരി അതുവഴി കയറി ചെറുവള്ളി എസ്റ്റേറ്റ് വന്ന് ഈ അമ്പലത്തിൻ്റെ അവിടെ വന്നായിരുന്നു. ഗൈസ്, അപ്പം എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഈ വീഡിയോ വരുന്നത്. ഇത് മനോഹരമായ ഡ്രോൺ ക്യാമറയിൽ ആക്ഷനിലാണ് ഞാനിത് എടുത്തേക്കുന്നത്. അതാകുമ്പോൾ നോർമലല്ല, ആക്ഷനിലാകുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പോൾ മഴ ഭയങ്കരമായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരുന്നു. ഡ്രോൺ പറക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു നല്ലൊരു മഴ. എവിടുന്നാണെന്നറിയില്ല, ഇമാതിരി ശക്തിക്ക് നല്ലൊരു മഴ. പിന്നെ ഞാൻ പെട്ടെന്ന് ഡ്രോൺ ക്യാമറ തിരിച്ചു പിടിച്ചു. ഡ്രോൺ ക്യാമറ അകത്ത് കയറ്റി. അല്ലാന്നുണ്ടെങ്കിൽ താഴെയെല്ലാം കുറച്ചുകൂടി മനോഹരമായിട്ട് എടുക്കാമായിരുന്നു. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് സമയമായി, 3 മണിയോളം ആയി. തിരിച്ചു പോയപ്പോഴൊന്ന് നല്ല സൂപ്പർ മഴ. ആ മഴ നനഞ്ഞിട്ടാണ് ഞാൻ ആ വണ്ടി ഓടിച്ച് ഇവിടെ കോഴഞ്ചേരി കുറിയന്നൂർ വരെ ഞാൻ വന്നു. എങ്ങനെയുണ്ട് മനോഹരമായ ഡ്രോൺ ദൃശ്യങ്ങളൊക്കെ? എല്ലാവരും എടുത്ത ആൾക്ക് ഇഷ്ടപ്പെട്ടു. കുറെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എവിടെയെങ്കിലും ഡ്രോൺ ക്യാമറ ഇതുപോലെ പറത്തി വീഡിയോ പിടിക്കുമ്പോൾ ഈ ടൂറിസ്റ്റുകൾ എല്ലാവരും വന്ന് ചോദിക്കും, ചേട്ടാ ഇതിന് എത്ര രൂപയായി, എനിക്കൂടെ വീഡിയോ എടുത്തു തരുമോ? ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതിന് ചെറിയൊരു സർവീസ് ചാർജൊക്കെ ഉണ്ട്, ഒരു 300 രൂപ മാത്രം നമ്മൾ ഈടാക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു 300 രൂപ ഒന്നുമില്ല, ഒരു 150 രൂപ ഇച്ചിരി അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ എടുത്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ കുഴപ്പമില്ല ചേട്ടാ, നമ്മൾ 10 മിനിറ്റ് കയറി വീഡിയോ അല്ലേ. കനാൽ ബോയ്സൊക്കെ 2000 രൂപ ഈടാക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു 150 രൂപ, ഒരു 300 രൂപ ആ റേഞ്ചിൽ നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ആ ചേട്ടനും എടുത്തു കൊടുത്തു. യാദൃശ്യം വന്നൊരു വാർത്തയായിരുന്നു. മിക്ക സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ നമുക്ക് വീഡിയോയുടെ വരാറുണ്ട്, എടുത്തു കൊടുക്കാറുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ദൃശ്യങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ വിളിച്ചാൽ മതി. ഇതൊരു പ്രൊമോഷൻ വീഡിയോസ് ഒന്നും കേൾക്കണ്ട. മറ്റൊരു ചേട്ടൻ എന്നോട്
ചോദിച്ചപ്പോൾ അവന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. The sun's sinking low. Hitting up the boulevard, see the palm trees glow. Caddy drop top, got the rims on shine. West Coast living where it's always fine. Barbecue grilling, got the smoke in the air. Neighbors pulling up, good vibes everywhere. Talk box singing, let the synthesizer play. Grooving through the block like it's a Saturday. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ ഈ വീഡിയോ ഇവിടം വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു സബ്സ്ക്രൈബ് തരണേന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു. അപ്പോൾ ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും ബാക്കിയുള്ളവർക്കൂടെ കാണാനുള്ള അവസരങ്ങളും കൂടെ ചെയ്തു കൊടുക്കണേന്ന് ഞാൻ നിങ്ങളോട് താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നമുക്ക് അറിയാവുന്ന രീതിയിലാണ് ഞാൻ വ്ളോഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും ചെറിയൊരു മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം.
അപ്പോൾ കമൻറ്റുകളൊന്നും വരുന്നൊന്നുമില്ല, അതിനെനിക്ക് പരാതിയൊന്നുമില്ല. അപ്പം നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിയിച്ചിരിക്കണം. അപ്പോൾ ആ പോരായ്മയും കൂടെ ഞാൻ നികത്തുന്നതായിരിക്കും. ചെറുതായിട്ട് മഴത്തുള്ളി വീഴുന്ന നോക്കിയേ, എന്ത് ഭംഗിയാണില്ലയോ? ഗൈസ്, ഇത് വരുന്ന വഴിക്ക് കണ്ടോ, ഇതൊരു രാജസ്ഥാൻ വണ്ടിയാണ്. ഇത് നമ്മുടെ റാന്നി ഭാഗത്ത് ഉള്ള അവിടുന്ന് എടുത്തോണ്ട് വന്ന റാന്നിയിലാണ് ഇതിന്റെ ഗോഡൌൺ പൊളിച്ച് പണിതിട്ട് നമ്മളെ കേരള രജിസ്ട്രേഷൻ ആക്കി വിടും ഈ വണ്ടി. നോക്കിക്കേ, അവിടെ 7 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർമിറ്റ് ക്യാൻസൽ ആവും. അത് കഴിയുമ്പോൾ പുത്തൻ വണ്ടി എടുക്കും. അടുത്തൊരു കാറുകാരൻ വന്ന് കിടപ്പുണ്ട്, അവനെ വീഡിയോ എടുക്കുന്ന ഇങ്ങനെ നോക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഇത് പ്രശ്നം ഉണ്ടാവും വീഡിയോ എടുക്കുന്നതിൻ്റെ. എന്തായാലും കൊള്ളാം കേട്ടോ, നമ്മുടെ കേരള രജിസ്ട്രേഷൻ ആക്കുക, രാജസ്ഥാനിൽ നിന്ന് കേരള. ഇതാണ് അതിൻ്റെ ബസ് പൊളിക്കൽ സ്ഥലം.